വെൽക്കം ബാക്ക് ടു ദ സെഷൻ. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 12th ശേഷം BSc കമ്പ്യൂട്ടർ സയൻസ് ആണോ അതോ BCA ആണോ ഒരു ബെറ്റർ ഓപ്ഷൻ എന്നതാണ്. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഈ BSc കമ്പ്യൂട്ടർ സയൻസും BCAയും 3 അല്ലെങ്കിൽ 4 ഇയർ അണ്ടർ ഗ്രാജുവേഷൻ ഡിഗ്രി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേരളത്തിലാണെങ്കിലും. സോ ബോത്ത് ആർ ഗുഡ് ബട്ട് ഇൻ ഡിഫറെൻറ്റ് വേ. സോ രണ്ടും ഏകദേശം ഈക്വലും ഗുഡുമാണ്, ബട്ട് ഡിഫറെൻ്റ് ഇൻ ഓപ്പർച്യൂണിറ്റീസ്. രണ്ടിനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ബട്ട് നിങ്ങളുടെ കരിയർ പ്രോസ്പെക്ട്സ് എന്താണോ അതിനനുസരിച്ച് യു ക്യാൻ ഡിസൈഡ്. ഇപ്പോൾ നിങ്ങൾ 12th ശേഷം ഒരു UG പ്രോഗ്രാം എൻറോൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഏകദേശം കരിയർ എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഏത് ഫീൽഡിലേക്ക് പോകണം, ടീച്ചിങ്ങിലേക്ക് പോകണോ അല്ല സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലേക്ക് പോകണോ അല്ല റിസർച്ച് ഓറിയൻറ്റഡ് ഫീൽഡിലേക്ക് പോകണോ, അതെല്ലാം യു ഹാവ് ടു ഡിസൈഡ് ബിഫോർ യു ആർ എൻറോളിങ് ഇൻ ടു എ ഡിഗ്രി പ്രോഗ്രാം. സോ അത് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വി ക്യാൻ ചൂസ് BSc കമ്പ്യൂട്ടർ സയൻസ് ഓർ BCA. സോ BSc കമ്പ്യൂട്ടർ സയൻസ് വന്നിട്ട് കൂടുതലും തിയറി ഫോക്കസ്ഡ് കോഴ്സാണ്. ഇപ്പോൾ അതിൽ മോർ ഓവർ ഡാറ്റ സ്ട്രക്ചർ, അൽഗോറിതംസ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, DBMS, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ മുതലായവയായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുക. ആൻഡ് ഇൻക്ലൂഡിങ് സം ഓഫ് ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പൈത്തൺ, C++ എന്നിവയും ഉണ്ടാകും. ബട്ട് മോർ ഓവർ തിയറി ഫോക്കസ്ഡ് കോഴ്സായിരിക്കും വെൻ കമ്പയറിംഗ് ടു BCA. സോ മാത്സ് ഉണ്ടാകും BSc കമ്പ്യൂട്ടർ സയൻസിൽ. സോ തിയറി പഠിക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യാം. ഇൻ ഡെപ്ത് ആൻഡ് ബേസിക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇൻ ഡെപ്ത് ആയിട്ട് നമ്മുടെ UG പ്രോഗ്രാം ഫിനിഷ് ആവും. BSc കമ്പ്യൂട്ടർ സയൻസ് ആര് ചൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ദോസ് ഹു ആർ ലൈക്കിംഗ് തിയറി ആൻഡ് ദ കോൺസെപ്റ്റ് ബിഹൈൻഡ് ദാറ്റ്. ഒരു പ്രിൻസിപ്പിളും അതിൻ്റെ കോൺസെപ്റ്റും അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ദേ ക്യാൻ ചൂസ് BSc കമ്പ്യൂട്ടർ സയൻസ്. സ്ട്രോങ് ഫണ്ടമെൻ്റൽസ്, അതുപോലെ ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഫോർ എക്സാമ്പിൾ അബ്രോഡിലാണെങ്കിലും നമ്മുടെ ഇവിടെയാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഹയർ സ്റ്റഡീസ്, MSc, PhD, ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ റിസർച്ച് ഫീൽഡിലേക്ക് അവരുടെ കരിയർ കൊണ്ടുപോകണം എന്ന ആഗ്രഹമുള്ളവർക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് ഒരു നല്ല ഡിസിഷൻ ആയിരിക്കും വെൻ കമ്പയർഡ് ടു BCA. ഇനി BCA എന്ന് പറയുന്നത് ആർക്കൊക്കെ എടുക്കാം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ബാച്ചുലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആണ്. ഇത് പൊതുവേ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണ്. അത് എങ്ങനെയാണോ തിയറി ഓറിയൻറ്റഡ്, ഇത് കൂടുതലും പ്രാക്ടിക്കൽ ലേണിങ്ങിനെയാണ് ഫോക്കസ് ചെയ്ത് അതിൻ്റെ കരിക്കുലം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആർക്കാണോ പ്രോഗ്രാമിംഗ് ചെയ്യാൻ താല്പര്യം, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ താല്പര്യം, ഇവർക്കൊക്കെ BCA ഓപ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ BTech പഠിക്കാൻ താല്പര്യമുണ്ടായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം BTech എടുക്കാൻ പറ്റാത്തവരോ, ഡ്യൂ ടു സം ഫീസ് ഇഷ്യൂ അല്ലെങ്കിൽ കോളേജ് ഇഷ്യൂ എന്തെങ്കിലും കാരണവശാൽ BTech എടുക്കാൻ പറ്റാത്തവർക്ക് ദേ ക്യാൻ ഓപ്റ്റ് ഫോർ BCA. ബിക്കോസ് IT ഫീൽഡിലേക്ക് ഒരു എൻട്രി BCA വഴി കുറച്ചുകൂടി ബെറ്ററായി കിട്ടും. ഇപ്പോൾ BSc പഠിച്ചാലും IT ഫീൽഡിലേക്ക് എൻ്റർ ആകാം. സ്കിൽസ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നൗഡേയ്സ് എൻ്റർ ആകാം. ബട്ട് മോർ ഓവർ നമ്മൾ കമ്പനിയെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ BCA കുറച്ചുകൂടി ഒരു ഈസി പാത്ത് വേ ആയിരിക്കും BSc കമ്പ്യൂട്ടർ സയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ. സോ ആർക്കാണോ പ്രോഗ്രാമിംഗ്, കോഡിംഗ്, അതിൻ്റെ ലോജിക് എക്സ്പ്ലനേഷൻ, ലോജിക് റിലേറ്റഡ് കണ്ടൻസ് ഇഷ്ടപ്പെടുന്നത് അവർക്ക് BCA ചൂസ് ചെയ്യാം. സോ ഹാൻഡ്സ് ഓൺ ലേണിംഗ്, അതുപോലെ ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് കരിക്കുലം ആയിരിക്കും കൂടുതലും BCA നൽകുന്നത്. ഇപ്പോൾ BSc കമ്പ്യൂട്ടർ സയൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിയറി റിസർച്ച് ഫ്രണ്ട്ലി ആയിരിക്കും. BCA കുറച്ചുകൂടി പ്രാക്ടിക്കൽ, പ്രോഗ്രാമിങ്ങും ഇൻഡസ്ട്രി ഫ്രണ്ട്ലിയും ആയിരിക്കും. ഇപ്പോൾ കരിയർ ഓപ്ഷൻസ് ആണെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് MSc അല്ലെങ്കിൽ PhD അല്ലെങ്കിൽ ടീച്ചിങ്, സം റിസർച്ച് ഫീൽഡിലേക്ക് പോകാം. ഇപ്പോൾ നെറ്റ്, സെറ്റ്, സ്ലെറ്റ് അങ്ങനെ എഴുതുന്നവർക്ക് BSc കമ്പ്യൂട്ടർ സയൻസ് ദേ ക്യാൻ ഓപ്റ്റ്. ഇപ്പോൾ IT ഫീൽഡിലേക്ക് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആകണം അല്ലെങ്കിൽ MCA ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് BCA ചൂസ് ചെയ്യാം. സോ ഫൈനൽ ഡിസിഷൻ എന്നത് നിങ്ങളുടെ കയ്യിലാണ്. രണ്ടും അതിൻ്റേതായ വാല്യൂസ് ഉണ്ട്, രണ്ടിനും അതിൻ്റേതായ ഇമ്പോർട്ടൻസും അതിൻ്റേതായ വാല്യൂസും ഉണ്ട്. നിങ്ങൾ ഏതെടുത്താലും നിങ്ങളുടെ സ്കിൽസ് മാറ്റർ മോർ റാദർ ദാൻ യുവർ മാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രേഡ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനേക്കാളും നിങ്ങളുടെ കോളേജ്, അതിനേക്കാളും നിങ്ങളുടെ സ്കിൽസാണ് ഇവിടെ കൂടുതൽ മാറ്റർ ഫോർ ഒബ്റ്റെയിനിങ് പ്ലേസ്മെൻറ്റ്സ്. ആൻഡ് ചൂസ് ബേസ്ഡ് ഓൺ യുവർ ഓൺ ഇൻട്രസ്റ്റ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം, നിങ്ങളുടെ കരിയർ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യുക. അപ്പോൾ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇൻ ഷോർട്ട് BSc കമ്പ്യൂട്ടർ സയൻസ് തിയറിയും ഫണ്ടമെൻ്റൽസും ഇഷ്ടപ്പെടുന്നവർ, കോൺസെപ്റ്റ് ഇഷ്ടപ്പെടുന്നവർ BSc കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്യുക. പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ്, കുറച്ചുകൂടി വെബ് ഡെവലപ്മെൻറ്റ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഫീൽഡ് ഇഷ്ടപ്പെടുന്നവർ BCA ചൂസ് ചെയ്യുക. സോ താങ്ക് യു.